ഞാൻ ഇന്നലെ BCC ക്ലബിൻ്റെ ഭാഗമായിട്ട് ഒരു ബിസിനസ് ഓണേഴ്സായിട്ട് ഇങ്ങനെ മീറ്റ് ചെയ്യുകയായിരുന്നു. ഏകദേശം ഒരു 15-20 കോടിയുടെ നെറ്റ് റവന്യൂ, ആനുവൽ റവന്യൂ ആയിട്ടുണ്ട്. അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് പോയപ്പം ആക്ച്വലി അയാൾക്കൊരു ഫുൾ ടൈം അക്കൗണ്ടൻ്റ് ഇല്ല. സോഫ്റ്റ്വെയർ ഉണ്ട്, അതിൽ സെയിൽസ് ടീം അടിച്ച് കയറ്റും. പക്ഷേ അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത് മുതലാളി തന്നെയാണ്. നിങ്ങളൊക്കെ കമ്പനികളിൽ അങ്ങനെ പല ആളുകളും കണ്ടിട്ടുണ്ടാവും. മുതലാളിയാണ് മെയിൻ അക്കൗണ്ടൻറ്റ്. എന്തുകൊണ്ട് മുതലാളി മെയിൻ അക്കൗണ്ടൻറ്റ് ആവാൻ പാടില്ല എന്ന് ചോദിച്ചാൽ, ഒന്ന്, അത് മുതലാളിയുടെ പണി അല്ല. കാരണം അയാൾക്ക് അക്കൗണ്ടൻസി അറിയില്ല, അതല്ലെങ്കിൽ ഫൈനാൻസ് അറിയില്ല, ഫൈനാൻഷ്യൽ ബജറ്റിംഗ്, പ്ലാനിങ് അറിയില്ല. അത് പുറത്ത് നിന്ന് ഒരു എക്സ്പെർട്ടീസ് നമുക്ക് പറഞ്ഞു തരേണ്ട മറ്റൊരു സ്കില്ലാണ്. ഒരു CFO പറഞ്ഞു തരേണ്ട, ഒരു ഫൈനാൻഷ്യൽ മാനേജർ പറഞ്ഞു തരേണ്ട ഒരു സ്കില്ലാണ്. രണ്ടാമത്തത്, ആക്ച്വലി ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ജോലി തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുകയും നമ്മളുടെ അടുത്ത് നിന്ന് അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകൾ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു വാച്ച് ഡോഗ് അല്ലെങ്കിൽ ഒരു പോലീസ് കൂടിയാണ് ആര്? ഈ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം ഈ പോലീസ് തന്നെ കള്ളൻ്റെ പണിയെടുക്കരുതല്ലോ. അതുകൊണ്ട് തന്നെ മുതലാളി കക്കും എന്നല്ല ഞാൻ പറഞ്ഞത്. മുതലാളിയുടെ അടുത്ത് നിന്ന് തെറ്റ് പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് മുതലാളി തന്നെ നോക്കുക? അങ്ങനെയല്ല. അപ്പോൾ ഒരു കമ്പനി തുടങ്ങുമ്പോൾ ആദ്യത്തെ എംപ്ലോയിനെ നമ്മൾ ഹയർ ചെയ്യേണ്ടത് ആരെയാണെന്ന് വെച്ചാൽ ഫൈനാൻസിൻ്റെ ആണ്. ഒരിക്കലും ഒരു കാരണവശാലും മുതലാളി ഫൈനാൻസ് ഹാൻഡിൽ ചെയ്യാൻ പാടില്ലെന്ന് മാത്രമല്ല, അക്കൗണ്ടൻ്റ് ഇല്ലാതെ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി പോകാനും പാടില്ല. രണ്ടും പാടില്ല. സോ ഈ ഫസ്റ്റ് എംപ്ലോയി നിർബന്ധമായിട്ടും നമ്മൾ ഹയർ ചെയ്യേണ്ട ഫസ്റ്റ് എംപ്ലോയി എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടൻ്റ് കം അഡ്മിൻ കം HR കം സെയിൽസ് കം ആൻഡ് കം ആയിരിക്കും. പക്ഷേ അക്കൗണ്ടൻ്റ് ആയിരിക്കണം അയാൾ, ഫസ്റ്റ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം. അതല്ലാത്ത സാഹചര്യത്തിൽ കമ്പനിയിൽ പ്രശ്നങ്ങൾ വന്നിട്ട് പിന്നീടേ നമ്മൾ അറിയുന്നുള്ളൂ. നിങ്ങളും നിങ്ങളുടെ ചുറ്റുപാട് നോക്കേണ്ടി ഒരുപാട് മുതലാളിമാരുണ്ടാവും. അവരായിരിക്കും കമ്പനീൻ്റെ അക്കൗണ്ടൻറ്റ്, കമ്പനീൻ്റെ ഫൈനാൻസ് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. മൊത്തം കയ്യിൽ നിന്ന് പോകുമ്പോഴേ നമ്മളത് അറിയുള്ളൂ.